ഹായ് ഗായ്സ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇപ്പം നിങ്ങൾ കണ്ടത് നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രോയാണ്. ഇനി വീഡിയോ പറയുന്ന ആക്കും കൂടി നമ്മൾ ഇൻട്രോ കൊടുക്കും. സോ അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, കാരണം ഇതാണല്ലോ ഇപ്പോൾ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ വീഡിയോയ്ക്കും കൂടി ഇത് ഇട്ടേക്കാം, വീഡിയോ ട്രെൻഡായാലോ. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് റിയാസ് മാരത്ത് ഡയറക്റ്റ് ചെയ്ത, പുള്ളി തന്നെ സ്റ്റോറി സ്ക്രീൻ പ്ലേ എഴുതിയ, പുള്ളിയുടെ ഇതിനു മുമ്പുള്ള വർക്ക് റിയാസ് മാരത്ത് ഡയറക്റ്റ് ചെയ്ത, പുള്ളി തന്നെ സ്റ്റോറി സ്ക്രീൻ പ്ലേ എഴുതിയ, പുള്ളിയുടെ ഇതിനു മുമ്പുള്ള വർക്ക് നീലി എന്ന് പറയുന്ന മമത മോഹൻദാസിൻ്റെ സിനിമയാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പുള്ളി ഡയറക്റ്റ് ചെയ്ത, പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റോറി സ്ക്രീൻ പ്ലേ പുള്ളി തന്നെ എഴുതിയ അനോമി, ഭാവന, റഹ്മാൻ, ബിനു പപ്പൻ, അർജുൻ ലാൽ, പിന്നെ ഷെബിൻ ബെൻസൺ എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ വിത്ത് എ സയൻസ് ഫിക്ഷൻ ടച്ച്. ഒറ്റ വരി പറഞ്ഞാൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ലൊരു കുറേ കൊലപാതകങ്ങൾ നടക്കുന്നു. ആ കൊലപാതകങ്ങൾ നടക്കുന്നതിനൊരു പാറ്റേൺ കണ്ടുപിടിക്കുകയാണ്. അതെന്ത് തരത്തിലുള്ള കൊലപാതകമൊന്നും ഞാൻ പറയുന്നില്ല. കൊലപാതകങ്ങൾ ലൈക്ക് മേഡേഴ്സ് നടക്കുന്നു. ആ മേഡേഴ്സിൻ്റെ പാറ്റേൺ കണ്ടുപിടിക്കുമ്പോഴാണ് അത് ആക്ച്വലി ഒരു മേർഡർ ഫോമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് സിനിമയിലോട്ട് കയറി വരുന്നത്. പിന്നാണ് അവിടുന്ന് അതൊരു ക്രൈം ത്രില്ലർ ആവുന്നതും. ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുവന്ന രണ്ട് ക്യാരക്ടേഴ്സാണ്. ഒന്ന് സാറ എന്ന് പറയുന്ന ഭാവന അവതരിപ്പിക്കുന്ന കഥാപാത്രവും, ഒന്ന് ജിബ്രാൻ എന്ന് പറയുന്ന റഹ്മാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രവും. ഇവർ രണ്ടുപേരുടെയും ഒരു ഇൻവെസ്റ്റിഗേഷനാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭാവനയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഭാവന തൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു. എന്താ പറയുന്നത്, റഹ്മാൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ തൻ്റെ രീതിക്ക് ചെയ്യുന്നു. ഇവർക്ക് രണ്ടുപേർക്കും കുറേ പേഴ്സണൽ ട്രോമാസ് ഉണ്ട്. ഈ ക്രൈം അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവർ ചെയ്യാൻ കാരണമായ ഒരു പേഴ്സണൽ ഇൻറ്റൻറ്റ് ഉണ്ട്. സോ ദാറ്റ് മേക്സ് ഇറ്റ് മോർ ഇൻറ്റൻസ്. സോ അതുകൊണ്ടാണ് ഇവർ രണ്ടുപേർക്കും ഈ കേസ് തെളിയിക്കണം എന്നൊരു പവർ വരുന്നതും. ഇവർ മുന്നോട്ട് പോയി ഇത് തെളിയിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഈ സിനിമയുടെ അവസാനം. കിടിലം പെർഫോമൻസസ്, ഭാവന, റഹ്മാനിക്ക, ഇത് വേറെ എല്ലാവരും. പക്ഷേ ഇത് ലീഡ് ചെയ്യുന്ന ഭാവനയാണെങ്കിലും റഹ്മാനാണെങ്കിലും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. റഹ്മാനിക്ക ആക്ച്വലി ഇതിനകത്ത് ആക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട്. റഹ്മാനിക്ക് അത് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പുള്ളി ആ ഒരു എഫേർട്ട് ഇടുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് എന്താ പറയുന്നത്, സ്ക്രീനിൽ നമ്മൾ കാണുമ്പം ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ് പരിപാടി നല്ല രസമാണ്. ആക്ഷൻ മാത്രമല്ല, സിനിമ ഫുൾ മേക്കിംഗ് പരിപാടി കിടിലമാണ്. ആ ഒരു കളർ ഗ്രേഡിങ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മേക്കിംഗ് ഒക്കെ പരിപാടി. അതേപോലെ എന്താ പറയുന്നത്, ഇതിൻ്റെ മ്യൂസിക്, ഇതിൽ ഇൻട്രോയിൽ കൊടുത്തിരിക്കുന്ന സൈലൻസ് ഈസ് സ്ക്രീമിംഗ് എന്ന് പറയുന്ന ഒരു സോങ് ആണെങ്കിലും, അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും, സ്കോറിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു അനിമലിൻ്റെ മ്യൂസിക് ചെയ്ത ആളാണ് ചെയ്തിരിക്കുന്നത്. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്താ പറയുക, അതാണ് നമ്മളൊരു സിനിമയിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രസം തോന്നണം. അതിപ്പം ജസ്റ്റ് മേക്കിംഗ് മാത്രമല്ല, അതിൻ്റെ കോൺസെപ്റ്റിലൊരു നൈസ് പരിപാടി ഉണ്ടെങ്കിൽ. അങ്ങനെ എനിക്ക് റീസെൻ്റ്ലി ഞാൻ കുറേ നാളിന് മുന്നേ കണ്ടൊരു തമിഴ് സിനിമയാണ് മാർഗൻ എന്ന് പറയുന്ന വിജയ് ആൻ്റണിയുടെ ഒരു പടം. അതും ഇതേപോലെ അത്യാവശ്യം ക്രൈം ത്രില്ലറിൻ്റെ ഗണത്തിൽ കുറച്ച് വിടുന്ന ഒരു വെറൈറ്റി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് മിക്സഡ് റിവ്യൂസ് അല്ലെങ്കിൽ മിക്സ്ഡ് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നിയൊരു പടമാണ് മാർഗൻ. സോ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇതിൽ ആ ഒരു സയൻസ് ഫിക്ഷൻ ടച്ച് കൊടുത്തിട്ട്, അവർ ആ മോട്ടീവിന് സയൻസ് ഫിക്ഷൻ ടച്ച് കൊടുത്തിട്ട്
ബാക്കി ഇവരുടെ കൊലപാതകങ്ങൾക്കെല്ലാം ഒരു അതുമായിട്ട് കണക്ട് ചെയ്ത് അതുകൊണ്ടാണ് ഇത് നടന്നതെന്നുള്ളൊരു രീതിക്കാണ് ഈ സിനിമ പോകുന്നത്. അത്യാവശ്യം ട്വിസ്റ്റൊക്കെ ഉള്ള നല്ലൊരു പരിപാടി, ക്ലൈമാക്സ് തന്നെയായിരുന്നു. ഭാവന എനിക്ക് തോന്നുന്നു കുറേ വർഷത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു ഷർഫുദ്ദീൻ്റെ കൂടെ ഒരു പടം ചെയ്തായിരുന്നു പുള്ളിക്കാരി കുറേ നാളിന് മുന്നേ. എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ പടമാണെന്ന് തോന്നുന്നു എനിക്ക് പുള്ളിക്കാരി മലയാളത്തിൽ അഭിനയിച്ച അവസാനത്തെ പടം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഈ സിനിമയായിട്ട് വരുന്നത്. ഭാവന, ഞാൻ ആക്ച്വലി ഭാവന എന്ന നടിയുടെ ഒരു ഭയങ്കര ഫാനാണ്. സോ ഇനിയും സിനിമകളായിട്ട് വരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ റൊമാനിക്കാണെങ്കിലും പുള്ളി ഇനിയും ഇതേപോലത്തെ മറ്റേ മാസ് പരിപാടികൾ ചെയ്ത് ഇനിയും വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പുള്ളിയുടെ ഒരു മാസ് പടം വന്നായിരുന്നു, ബാഡ് ബോയ്സ്. പക്ഷേ അത് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ആ സിനിമ. പക്ഷേ പുള്ളിക്കൊരു സ്വാഗുണ്ട്. പുള്ളി ഇതിൽ ഞാൻ കണ്ടൊരു സാധനമാണ്, പുള്ളി ഒരു ഫൈറ്റിന് വേണ്ടി ഒരു ഈ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് കട്ട്സ് കൊടുക്കും പുള്ളിക്ക്. പുള്ളി ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ നൈസ് സ്വാഗിൽ കയറി നമ്മുടെ ഫൈറ്റിലോട്ട് പോകുന്ന അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സംഭവം എന്താണെന്ന് അറിയാം, ഇപ്പം നമ്മൾ ഭയങ്കര ഫ്രെയിമും അതേപോലെ ഭയങ്കര കട്ട്സും ഒക്കെ കൊടുത്താലും ഇത് ചെയ്യുന്ന ആളിൻ്റെ കയ്യിലും കൂടി ഇരിക്കും. അവരത് എങ്ങനെ എന്താ പറയുന്നത്, എങ്ങനെ കൺസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർ അത് നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഫ്രെയിം അല്ലെങ്കിൽ നമ്മൾ ആ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു രസം തോന്നത്തുള്ളൂ. അത് റഹ്മാനൊക്കെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാമറ വർക്ക് ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് മൊത്തത്തിലാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നല്ലൊരു പടം, നല്ലൊരു ക്രൈം ത്രില്ലർ വിത്ത് സയൻസ് ഫിക്ഷൻ ടച്ച് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു സിനിമയാണ്. 2021 ശേഷം ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് വരുന്നുണ്ട്, ഇനിയും വരാനിരിക്കുന്നുണ്ട്. സോ അതിൽ എല്ലായിടത്തും ക്രൈം ത്രില്ലേഴ്സ് വ്യത്യാസപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ക്രൈം നടക്കാനുള്ള ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് വെച്ചിട്ടാണ്. സോ ഇവിടെയും എനിക്കത് ആ ഒരു റീസൺ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ചേഞ്ചായിട്ട് തോന്നി. എനിക്ക് അതിഷ്ടപ്പെട്ടു. സോ ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇൻ കേസ് എന്താ പറയുന്ന ഒപ്പീനിയൻ മാറുകയാണെങ്കിൽ ഐ ടോട്ടലി റെസ്പെക്റ്റ്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കുക. ലെറ്റ്സ് എക്സ്പാൻഡ് അവർ ഫാമിലി. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട സമയത്ത് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുടെ കാണുന്നവരെ ബൈ.